യൂണിവേഴ്സിറ്റി എക്സാംസ് ദാ തൊട്ടടുത്തെത്തി അല്ലേ? പഠിക്കാനുള്ള സിലബസ് ഒരു മല പോലെ മുന്നിലുണ്ട്. സമയമാണെങ്കിൽ പറന്നു പോവുകയും ചെയ്യും. ഈ ഒരു പ്രഷർ എനിക്കറിയാം. അപ്പൊ ഈ ടെൻഷനൊക്കെ മാറ്റിവെച്ച് എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഉരുഗ്രൻ വിജയം നേടാമെന്ന് നമുക്ക് നോക്കിയാലോ? പരീക്ഷയ്ക്കിനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പഠിച്ചു തീർക്കാൻ ഒരുപാടുണ്ട്. ഈയൊരു ചിന്ത നിങ്ങളെ ഇപ്പോൾ അലട്ടുന്നുണ്ടോ? മുഴുവൻ സിലബസും എങ്ങനെ കവർ ചെയ്യുമെന്നുള്ള പേടി തോന്നുന്നുണ്ടോ? എങ്കിലൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലോകം മുഴുവനുമുള്ള ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ഇതേ അവസ്ഥയിലൂടെയാണിപ്പോൾ കടന്നുപോകുന്നത്. പക്ഷെ ഒരു തരി പോലും വിഷമിക്കേണ്ട. കാരണം നമ്മുടെ പഠനരീതിയെ അടിമുടി മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു പുതിയ വഴി നമുക്ക് മുന്നിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. മണിക്കൂറുകളോളം ഒരേയിരുപ്പിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആ പഴയ രീതിയില്ലേ, അതിനി അത്ര പ്രസക്തമല്ല. നമുക്കിനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ സ്മാർട്ടായി പഠിക്കാം. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? നോട്ടുകളൊക്കെ വീണ്ടും വീണ്ടും വായിക്കുമല്ലേ? ഇതിനെയാണ് പാസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അതിലും എത്രയോ ഇഫക്റ്റീവാണ് ആക്റ്റീവ് റീകോൾ. അതായത് പുസ്തകം അടച്ചുവെച്ചിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ബ്രെയിനിലെ ഓർമ്മയുടെ വഴികൾ കൂടുതൽ സ്ട്രോങ് ആവും. ഇവിടെയാണ് AI ഒരു ഗെയിം ചേഞ്ചറായി വരുന്നത്. അത് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ച് ഓർത്തെടുക്കാൻ നിങ്ങളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ചില പഠനങ്ങൾ പറയുന്നത് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. നമ്മളിങ്ങനെ വെറുതെ വായിച്ചു പഠിക്കുന്ന കാര്യങ്ങളില്ലേ, അതിന്റെ 70% വെറും 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ മറന്നുപോകും. അവിശ്വസനീയമായി തോന്നാം, പക്ഷെ അതാണ് സത്യം. അതുകൊണ്ടാണ് ആക്റ്റീവ് റീകോൾ പോലുള്ള പുതിയ ടെക്നിക്കുകൾ ഇത്ര അത്യാവശ്യമാവുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ കൊള്ളാം, പക്ഷെ എങ്ങനെ തുടങ്ങുമെന്ന്. പേടിക്കണ്ട, നിങ്ങൾക്കായി ഒരു കിഡിലെ 4 ആഴ്ചത്തെ AI സ്റ്റഡി പ്ലാൻ ഇതാ. നമുക്ക് ഓരോ ആഴ്ചയും എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി നോക്കാം. ആദ്യത്തെ ആഴ്ച പ്ലാനിംഗ് ആണ്. നിങ്ങളുടെ സിലബസും നോട്ടുകളും എല്ലാം ഒരു AI ടൂളിലേക്ക് അപ്ലോഡ് ചെയ്യുക. ബൂം, അത് നിങ്ങൾക്കൊരു അടിപൊളി സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിത്തരും. രണ്ടാമത്തെ ആഴ്ച ആഴത്തിൽ പഠിക്കാനുള്ളതാണ്. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും എന്ത് സംശയം വന്നാലും നിങ്ങളുടെ AI ട്യൂട്ടറോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. മൂന്നാമത്തെ ആഴ്ച പ്രാക്ടീസാണ് മെയിൻ. AI ഉണ്ടാക്കിത്തരുന്ന ക്വിസുകളും മോക്ക് ടെസ്റ്റുകളും ചെയ്ത് നിങ്ങളുടെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുക. അവസാനത്തെ ആഴ്ചയോ, അത് ഫുൾ റിവിഷനാണ്. നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണെന്ന് AI കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു തരും. അപ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാലോ. ഈ പ്ലാനൊക്കെ നടപ്പിലാക്കാൻ നമുക്ക് ചില അടിപൊളി ടൂൾസ് വേണ്ടേ? നിങ്ങളുടെ ലെക്ചർ നോട്ടുകളെയും ടെക്സ്റ്റ് ബുക്കുകളെയും ഓട്ടോമാറ്റിക്കായി ചോദ്യങ്ങളും ഉത്തരങ്ങളുമാക്കി മാറ്റുന്ന ചില കിടിലൻ ടൂളുകളെ നമുക്ക് പരിചയപ്പെടാം. ഇതൊന്നോ നോക്കിക്കേ. ക്വിസ്ലെറ്റ്, മൈൻഡ്ക്രാഫ്റ്റ്, നോട്ട് പോലുള്ള ടൂളുകൾക്ക് നിങ്ങളുടെ ലെക്ചർ നോട്ടുകൾ ഓട്ടോമാറ്റിക്കായി ഫ്ലാഷ് കാർഡുകളും സമ്മറികളുമൊക്കെയാക്കി മാറ്റാൻ പറ്റും. ഓർമ്മശക്തി കൂട്ടാനും ആ അവസാന നിമിഷത്തെ റിവിഷനും ഇത് ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യും. സത്യം പറഞ്ഞാല് പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്താ? ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ വിഷയങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതാണ്, അല്ലേ? ഇവിടെയാണ് AI നിങ്ങളുടെ 24/7 പേഴ്സണൽ ട്യൂട്ടറായി മാറുന്നത്. ഇത് വളരെ സിമ്പിളാണ്. ഗൂഗിളിന്റെ നോട്ട്ബുക്ക് എല്ലാം പോലൊരു ടൂൾ എടുക്കുക. നിങ്ങളുടെ കോഴ്സ് മെറ്റീരിയൽസ്, അതായത് PDF-കളും നോട്ടുകളുമൊക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു പ്രോംപ്റ്റ്, അതായത് ഒരു നിർദ്ദേശം കൊടുക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് വളരെ ലളിതമായ വിശദീകരണം റെഡി. ഈ സ്ലൈഡിൽ കാണുന്ന പ്രോംപ്റ്റ് കണ്ടോ? ഇത് ഭയങ്കര പവർഫുള്ളാണ്. കാരണം ഇത് AI-യോട് എല്ലാ കോംപ്ലിക്കേറ്റഡ് വാക്കുകളും ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയാണ്. ഈ പാഠത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആശയം എനിക്ക് 12 വയസ്സുള്ളൊരു കുട്ടിയോട് പറയുന്നത് പോലെ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ AI ആ വിഷയം ഏറ്റവും ലളിതമായ ഉദാഹരണങ്ങൾ വെച്ച് നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. ഉറപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള അക്കാദമിക് ഭാഷയെയും സങ്കീർണമായ തിയറികളെയും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ഓർത്തുവെക്കാൻ പറ്റുന്ന കഥകളോ ഉദാഹരണങ്ങളോ ആക്കി മാറ്റാൻ AI-ക്ക് കഴിയും. ഇത് പഠനം ശരിക്കും ഒരുപാട് എളുപ്പമാക്കും. ഒന്നോർക്കുക, നമ്മളിവിടെ സംസാരിക്കുന്നത് വെറുമൊരു പരീക്ഷ പാസ്സാകുന്നതിനെക്കുറിച്ചല്ല, അതിലും വലുതാണ്. ഇത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ്. പഠനത്തിൽ AI ഉപയോഗിക്കാൻ പഠിക്കുന്നത് അതിലേക്കുള്ള ഒരു വലിയ ചവിട്ടുപടിയാണ്. ഈ ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. AI ഉപയോഗിക്കുന്ന പ്രൊഫഷണലുകൾ അത് ഉപയോഗിക്കാത്തവരെ സ്ഥാനഭ്രഷ്ടരാക്കും. ഒന്നാലോചിച്ചു നോക്കൂ. അതുകൊണ്ട് പഠനത്തിൽ AI ഉപയോഗിക്കുന്നത് വെറുമൊരു പരീക്ഷ ജയിക്കാൻ മാത്രമല്ല, അത് നിങ്ങളുടെ ഭാവിക്കു വേണ്ടിയുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. അപ്പൊ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഒരു കാര്യമില്ല. ഇന്ന് തന്നെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗിച്ച് AI-യെ ഒരു പേഴ്സണൽ ട്യൂട്ടറാക്കി മാറ്റൂ. എന്റെ ചോദ്യം ഇതാണ്: ഇന്ന് രാത്രി നിങ്ങളുടെ ഈ പുതിയ AI സ്റ്റഡി പാർട്ട്ണറുമായി ഏത് ടോപ്പിക്കാണ് നിങ്ങൾ കീഴടക്കാൻ പോകുന്നത്?
The Center for Advanced Technology and Skills, Malappuram.